CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം, CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ഗുരുവായൂരിൽ ക്ഷേത്രഭണ്ഡാരം കുത്തിത്തുറന്ന് പണം കവർന്നു. ആനത്താവളം റോഡിൽ താമരയൂർ കൊണ്ടാരം വളപ്പിൽ ഭഗവതി ക്ഷേത്രത്തിലാണ് മോഷണം നടന്നത്. കുന്നംകുളം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ വീണ്ടും പ്രതിപക്ഷ ബഹളം. തുറക്കുളം മാർക്കറ്റിൽ കെട്ടിടം നിർമ്മിച്ച കരാറുകാർക്ക് ബാങ്ക് ഗ്യാരണ്ടിയുള്ള തുക തിരിച്ചു നൽകിയ അജണ്ട വീണ്ടും ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധിച്ചത്. ബസിൽ നിന്നും കളഞ്ഞുകിട്ടിയ സ്വർണ്ണാഭരണം ഉടമയ്ക്ക് തിരിച്ചു നൽകിയ ബസ് ജീവനക്കാരെ ആദരിച്ചു. പാലക്കാട് ഗുരുവായൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ശങ്കർ എന്ന ബസിലെ ചാലിശ്ശേരി സ്വദേശിയായ കണ്ടക്ടർ ആബിദിനെയും ഡ്രൈവർ കുന്നംകുളം സ്വദേശി റിച്ചാർഡിനെയുമാണ് ആദരിച്ചത്. മലബാർ സ്വതന്ത്ര സുറിയാനി സഭാ സ്ഥാപകൻ കാട്ടുമങ്ങാട്ട് അബ്രഹാം മാർ കുർലോസ് വലിയ ബാവയുടെ 222ാമത് ഓർമ്മ പെരുന്നാൾ ആഘോഷം ഭക്തിനിർഭരം. സഭയുടെ ആസ്ഥാന കേന്ദ്രമായ തൊഴിയൂർ സെന്റ് ജോർജ് ഭദ്രാസന ഇടവക ദേവാലയത്തിലായിരുന്നു ഓർമ്മ പെരുന്നാൾ ആഘോഷം. കൂനമുച്ചി പീപ്പിൾ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ കാർഷിക നഴ്സറി സംഘടിപ്പിച്ചു. ബാങ്കിന്റെ മെയിൻ ബ്രാഞ്ചിൽ സംഘടിപ്പിച്ച കാർഷിക നഴ്സറിയുടെ ഉദ്ഘാടനം സംസ്ഥാന കർഷക അവാർഡ് ജേതാവ് M. ബാലാജി നിർവഹിച്ചു. ആധുനിക മലങ്കര സഭയ്ക്ക് നിർണായക സംഭാവനകൾ നൽകിയ പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവന്നാസിയോസ് രണ്ടാമൻ മലങ്കര മെത്രാപ്പൊലിത്തയുടെയും ബസേലിയോസ് മാർത്തോമാ പൗലോസ് തൃതീയൻ കാതോലിക്ക ബാവയുടെയും ഓർമ്മ പെരുന്നാളുകൾ ജൂലൈ 14, 15 തീയതികളിലായി ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ കുന്നംകുളത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുതിർന്ന CPIM നേതാവ് A. പത്മനാഭൻ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അവശതകളെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. അന്തരിച്ച കോൺഗ്രസ് നേതാവും ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന ജോസ് പോൾട്ടിയുടെ വീട്ടിൽ VM സുധീരൻ സന്ദർശനം നടത്തി. ബുധനാഴ്ച ഉച്ചയ്ക്ക് 12:15 ചൂണ്ടൽ പുതുശ്ശേരി റോഡിലുള്ള ജോസ് പോൾട്ടിയുടെ വീട്ടിൽ KPCC മുൻ അധ്യക്ഷൻ സന്ദർശനം നടത്തിയത്. കുന്നംകുളം പഴുന്നാന റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സിലെ ഡ്രൈവറെ ബസ്സിൽ കയറി അതിക്രൂരമായി മർദ്ദിച്ച പ്രതികളെ ഉടൻ പിടികൂടണമെന്ന് BMS ആവശ്യപ്പെട്ടു. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ തിരുത്തണമെന്നാവശ്യപ്പെട്ട് CITU നടത്തുന്ന അവകാശ ദിനാചരണത്തിന്റെ ഭാഗമായി ചാവക്കാട് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. സിംഗിൾ വുമൺ വെൽഫെയർ അസോസിയേഷൻ ഏരിയ കൺവെൻഷൻ ഗുരുവായൂരിൽ നടന്നു. കിഴക്കേനടയിലെ AKG സദനത്തിൽ നടന്ന കൺവെൻഷൻ ജില്ലാ ട്രഷറർ KB സുധ ഉദ്ഘാടനം ചെയ്തു. മരത്തംകോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ CK റംല ബീബി ടീച്ചറുടെ നിര്യാണത്തിൽ സ്കൂൾ PTA സ്റ്റാഫ് അംഗങ്ങളും ചേർന്ന് അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. പുന്നേർകുളം പഞ്ചായത്തും കുടുംബശ്രീയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൌജന്യ അസിസ്റ്റന്റ് ഹാൻഡ് എംബ്രോയിഡറിയുടെയും അസിസ്റ്റന്റ് ടെക്സ്റ്റൈൽ പ്രിന്റിംഗ് പരിശീലന കോഴ്സുകളുടെയും ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ നിർവഹിച്ചു. സാമൂഹ്യ സേവന വിദ്യാഭ്യാസ രംഗത്ത് പതിറ്റാണ്ടായി പ്രവർത്തിച്ചുവരുന്ന സാംസ്കാരിക സംഘടനയായ സഹൃദയവേദിയുടെ ആഭിമുഖ്യത്തിൽ സൌഹൃദവട്ടം പരിപാടി സംഘടിപ്പിക്കും. ജൂലൈ 14 രാവിലെ 9 മണിക്ക് ചാത്തന്നൂർ സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിലാണ് ചടങ്ങ്. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ അഖിലേന്ത്യാ തലത്തിൽ നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി കുന്നംകുളം പോസ്റ്റ് ഓഫീസിനു മുന്നിൽ CITU കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ഭാരതീയ പ്രാകൃതിക് കൃഷി പദ്ധതിയുടെ പരിശീലനത്തിന്റെ ഭാഗമായി ചൊവ്വന്നൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ കൃഷി ഉദ്യോഗസ്ഥരും കർഷകരും കടവല്ലൂർ മാനം കണ്ടത്ത് മുഹമ്മദ് ഹാജിയുടെ ജൈവകൃഷി സ്ഥലം സന്ദർശിച്ചു. പുതുശ്ശേരി ശ്രീ അയ്യൻകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ നടന്നു. കേച്ചേരി ആളൂർ അഹമ്മദിയ മിഷൻ ഹൌസിൽ ഖുർആൻ വാരാചരണം സമാപിച്ചു. കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ തൃത്താല മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ഥലം മാറിപ്പോകുന്ന ചാലിശ്ശേരി പോലീസ് സ്റ്റേഷൻ SHO K. സതീഷ് കുമാറിന് യാത്രയയപ്പ് നൽകി. കുട്ടഞ്ചേരി ആലിക്കൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ സ്ഥാപകനും ദീർഘകാലം ക്ഷേത്രത്തിലെ പൂജാരിയും കുട്ടഞ്ചേരി ദേശത്തിന്റെ ഗുരുസ്വാമിയായിരുന്ന വേലായുധസ്വാമിയുടെ വിയോഗത്തിൽ ക്ഷേത്ര പരിസരത്ത് അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. അയൽവാസികളും ബന്ധുക്കളുമായവർ ഒരുമിച്ച് യാത്രയായി. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിന് സമീപം നമ്പ്രത്ത് ബാലകൃഷ്ണനും ബന്ധു നമ്പ്രത്ത് രാധാകൃഷ്ണനുമാണ് മണിക്കൂറിന്റെ വ്യത്യാസത്തിൽ മരിച്ചത്. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.